ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. അഗസ്ത്യമുനി ഈ വിധം മേഘനാഥൻ്റെ ജന്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭരതനും മറ്റുള്ളവരും വളരെ ശ്രദ്ധാപൂർവം അഗസ്ത്യമുനിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മേഘനാഥൻ്റെ ജന്മം തന്നെ ഇത്തരത്തിൽ വളരെ വലിയ ശബ്ദത്തോടെ കരഞ്ഞുകൊണ്ട് ജനിച്ച കുട്ടിയാണ് എന്ന് കേട്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞല്ലോ ഇത് ശ്രീ പരമേശ്വരൻ്റെ പുത്രനാണ് എന്ന്. ശ്രീ പരമേശ്വരൻ്റെ പുത്രനാണ് മേഘനാഥൻ എന്നുള്ളത് കാര്യം ഭരതനും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി. മേഘനാഥൻ വളർന്നു, വളരെ മിടുക്കനായി, വളരെ ധൈര്യശാലിയായി, വളരെ കഴിവുറ്റ പോരാളിയായി, എല്ലാ അറിവും കഴിവും സ്വായത്തമാക്കിയ മികച്ച പോരാളിയായി. ജലസ്തംഭം, അഗ്നിസ്തംഭം, വായുസ്തംഭം തുടങ്ങിയ അത്ഭുതകരമായ നിലയിലുള്ള അറിവ് സ്വായത്തമാക്കി. സഹസ്ര അസ്ത്ര പ്രയോഗം പഠിച്ചു. മായാവിയായി, ദൃശ്യമായി നിൽക്കുന്നതിനപ്പുറമായി അദൃശ്യമായി നിന്നുകൊണ്ട് എന്ത് പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ഒരു മികച്ച പോരാളിയായി മാറി. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അദൃശ്യനായി മാറുകയും ആ അദൃശ്യനായി നിന്നുകൊണ്ട് കടുത്ത പോരാട്ടം നടത്താൻ പ്രാപ്തി നേടുകയും ചെയ്ത ഒരു വലിയ പോരാളിയായി മേഘനാഥൻ മാറി. മേഘനാഥൻ ഇങ്ങനെ മാറിയപ്പോൾ രാവണന് തൻ്റെ അഹങ്കാരം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയായിരുന്നു. കാരണം ഇത്രയും കരുത്തുള്ള ഒരു പുത്രൻ തന്നോടൊപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് തനിക്ക് ലോകം പിടിച്ചടക്കാൻ കഴിയുന്ന നിലയിലുള്ള കരുത്ത് ആണ് ലഭിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് രാവണനുണ്ടായി. രാവണനിങ്ങനെ അഹങ്കാരം മൂത്തുമൂത്ത് എന്തിനെ കൈയടക്കുക, എവിടെയും കടന്നു കയറുക, എന്തിനെ സ്വന്തമാക്കുക എന്നുള്ള നിലയിലുള്ള വികാരത്തിലും ചിന്തയിലുമായി പ്രവർത്തികൾ. അങ്ങനെ ഒരിക്കൽ രാവണൻ ദേവേന്ദ്രനുമായി ഏറ്റുമുട്ടാൻ സ്വർഗത്തിലേക്ക് ചെന്നു. രാവണന്റെ സാമ്രാജ്യം വിപുലപ്പെടുത്തി ഒരു വലിയ സാമ്രാജ്യമാക്കി മാറ്റി. ലങ്കയെ ഒരു വലിയ രാജ്യമാക്കി മാറ്റുവാൻ, വലിയ സാമ്രാജ്യമാക്കി മാറ്റുവാൻ സേനയെ കൂട്ടി. പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയുടെ നിലയിൽ രാവണൻ ലങ്കയിലെ ഭരണ സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തി. രാവണൻ തന്നോടൊപ്പം അനേകായിരം രാക്ഷസരെ സൈനികരാക്കിക്കൊണ്ട് തൻ്റെ പോരാട്ട ശക്തി വർദ്ധിപ്പിച്ചു. ഈ രാക്ഷസരുമൊത്ത് ഒരു ദിവസം നേരെ സ്വർഗത്തിലേക്ക് ദേവേന്ദ്രനെ ആക്രമിക്കാനായി കടന്നു ചെന്നു. ദേവേന്ദ്രനെ ആക്രമിക്കാൻ കടന്നു ചെന്ന രാവണനെ കണ്ട് ദേവേന്ദ്രൻ ഭയന്ന് നേരെ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. മഹാവിഷ്ണു
ആ സമയം ദേവേന്ദ്രനോട് പറഞ്ഞു, തൽക്കാലം രാവണനെ നാം നേരിടുന്നില്ല. ഒരിക്കൽ നാം തന്നെ രാവണനെ നേരിട്ട് കൊള്ളാം. ഇപ്പോൾ നാം നേരിടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പോയി രാവണനെ നേരിടുക എന്ന് പറഞ്ഞു മടക്കി അയച്ചു. ദേവേന്ദ്രൻ ഭയന്ന് പറച്ച് വന്ന് രാവണനുമായി യുദ്ധം തുടങ്ങി. കടുത്ത യുദ്ധം. യുദ്ധം വലിയ പോരാട്ടമായി. രാവണനും ദേവേന്ദ്രനും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം ശക്തമായി. പരസ്പരം പലവിധ ആയുധങ്ങൾ പ്രയോഗിച്ചു. ഈ സമയം രാവണനോടൊപ്പം തൻ്റെ പുത്രൻ മേഘനാഥനും ഉണ്ടായിരുന്നു. മേഘനാഥനും ദേവേന്ദ്രൻ്റെ മകൻ ജയന്തനുമായി യുദ്ധമായി. ജയന്തനുമായുള്ള ഏറ്റുമുട്ടലിൽ ജയന്തന് നേരെ മേഘനാഥൻ മറഞ്ഞു നിന്നുകൊണ്ട് അസ്ത്രപ്രയോഗം നടത്തി. ജയന്തൻ ബോധം നശിച്ച് മറിഞ്ഞു വീണു. ജയന്തൻ മറിഞ്ഞു വീണത് കണ്ടപ്പോൾ ഇന്ദ്രാണിയുടെ അച്ഛൻ, അതായത് ദേവേന്ദ്രൻ്റെ ഭാര്യയുടെ അച്ഛൻ, ഇന്ദ്രാണിയുടെ അച്ഛൻ പുലേമാവ് വന്ന് ജയന്തനെ എടുത്തുകൊണ്ട് കടലിൽ പോയി ഒളിച്ചു. കാരണം ജയന്തൻ അവിടെ കിടന്നാൽ വീണ്ടും ആക്രമിക്കപ്പെടുമെന്നും തൻ്റെ മകളുടെ മകനാണല്ലോ, കൊല്ലപ്പെട്ടാലുണ്ടാകുന്ന ദുഃഖത്തിൽ ആ യുദ്ധത്തിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി. ആ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ പൗത്രനെ എടുത്തുകൊണ്ട് പുലേമാവ് കടലിൽ പോയി ഒളിച്ചു. ഈ സമയം ജയന്തൻ കൊല്ലപ്പെട്ടു എന്ന് കരുതി ദേവേന്ദ്രൻ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ദേവേന്ദ്രൻ ഇങ്ങനെ രാവണൻ നേരെ വല്ലാത്ത നിലയിലുള്ള ആയുധപ്രയോഗം നടത്തി. ആയുധപ്രയോഗത്തിൽ രാവണൻ ബോധരഹിതനായി. ഈ സമയം മേഘനാഥൻ വളരെ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ട് ദേവേന്ദ്രനെ കീഴ്പ്പെടുത്തി, ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി നേരെ ലങ്കയിൽ കൊണ്ടുവന്ന് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിക്കിട്ടു. അപ്പൊ ദേവേന്ദ്രനെ ദേവലോകത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൊടിമരത്തിൽ കെട്ടിയിട്ടപ്പോൾ മറ്റ് ദേവന്മാരെല്ലാം ഭയന്നോടി. ദേവേന്ദ്രൻ തോറ്റല്ലോ. ബോധം വീണ്ടെടുത്ത രാവണൻ സന്തോഷവാനായി ലങ്കയിൽ മടങ്ങിയെത്തി. തൻ്റെ പുത്രൻ മേഘനാഥൻ ദേവേന്ദ്രനെ തോൽപ്പിച്ചു. ദേവേന്ദ്രനെ പിടിച്ചു കിട്ടിയത് കൊണ്ടിട്ടിരിക്കുന്നു. ദേവരാജാവാണ് ലങ്കയിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് പിടിച്ചു കെട്ടിയിട്ടിരിക്കുക. ഈ സമയം ദേവന്മാരുടെ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല. ദേവന്മാരെല്ലാം സ്വാഭാവികമായും രാവണന്റെ അടിമകളാകുന്ന നിലയിലായി. അവർ ബ്രഹ്മദേവനെ കണ്ട് തങ്ങളുടെ വിഷമം അറിയിച്ചു. ഇതിനകം തന്നെ ബ്രഹ്മദേവൻ ഇക്കാര്യമൊക്കെ അറിഞ്ഞിരുന്നു. ദേവന്മാരെല്ലാം ഉണ്ടായ ദുഃഖം വിവരിച്ചപ്പോൾ ഈ വിവരം ബ്രഹ്മദേവൻ തന്നെ മനസ്സിലാക്കിയിരുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, നമുക്ക് നോക്കാം. ബ്രഹ്മദേവൻ നേരെ ലങ്കയിലെത്തിച്ചേർന്നു. ലങ്കയിലെത്തിച്ചേർന്ന് രാവണനെ അങ്ങ് പ്രകീർത്തിച്ചു. രാവണൻ വളരെ മിടുക്കനാണ്,
രാവണൻ വലിയ പോരാളിയാണ്, രാവണൻ്റെ യുദ്ധവീര്യം യുദ്ധമഹത്വമൊക്കെ ബ്രഹ്മദേവൻ ഇങ്ങനെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ കുറേശ്ശെ രാവണന മഹത്വം പറയാൻ തുടങ്ങിയപ്പോൾ രാവണന് സന്തോഷമായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത നടപടി എന്ന നിലയിൽ മേഘനാഥനെക്കുറിച്ചും വാഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. മേഘനാഥൻ്റെ പോരാട്ടത്തെക്കുറിച്ച്, ഇന്ദ്രനെ തോൽപ്പിച്ചതിനെക്കുറിച്ചൊക്കെ ബ്രഹ്മദേവൻ വളരെ അഭിനന്ദിച്ച് സംസാരിക്കുന്ന നിലയിൽ മേഘനാഥൻ്റെ കഴിവിനെക്കുറിച്ച് സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ രാവണനും മേഘനാഥനും സന്തോഷമായി. കാരണം ബ്രഹ്മദേവനാണല്ലോ ഇവർക്കേറെ വരങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആ ബ്രഹ്മദേവൻ തന്നെ വന്ന് ഈ വിധം ഇവരെ അഭിനന്ദിച്ച് സംസാരിച്ചപ്പോൾ സന്തോഷം തോന്നി. അപ്പം ബ്രഹ്മദേവൻ ഇങ്ങനെ അവരെ സന്തോഷിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ബ്രഹ്മദേവൻ പറഞ്ഞു, നമുക്ക് ദേവേന്ദ്രനെ തോൽപ്പിച്ചതുകൊണ്ട് മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്ന് ആണ് ഇന്നു മുതൽ അറിയപ്പെടാൻ പോകുന്നത്. ഇന്ദ്രജിത്ത്. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ച ആളാണ്, ഇന്ദ്രനെ ജയിച്ച വ്യക്തി. അങ്ങനെ ഇന്ദ്രജിത്ത് എന്ന നാമം ബ്രഹ്മദേവൻ മേഘനാഥൻ നൽകി. എന്തായാലും ഇന്ദ്രജിത്ത് ആയല്ലോ, ഇന്ദ്രൻ ജയിച്ചല്ലോ, നമുക്ക് ഇന്ദ്രജിത്തിനെ കൊണ്ട് തന്നെ ദേവേന്ദ്രനെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞ് ദേവേന്ദ്രനെ മോചിപ്പിച്ച് അവിടെ നിന്നും മടക്കിക്കൊണ്ടു. അങ്ങനെ ഇവർക്ക് സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചാണ് ദേവേന്ദ്രനെ മോചിപ്പിച്ചത്. ഒപ്പം ഇന്ദ്രജിത്തിന് ഈ വിധത്തിൽ ഇന്ദ്രൻ ജയിച്ചയാൾ എന്ന നാമകരണം മാത്രം പോരാ, ഇന്ദ്രജിത്ത് ബ്രഹ്മദേവനോട് കുറേ അധികം വരങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബ്രഹ്മദേവനോട് പറഞ്ഞു, നമുക്ക് ചില വരങ്ങൾ വേണം. ബ്രഹ്മദേവൻ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? നമുക്ക് മരണമുണ്ടാകാൻ പാടില്ല. അപ്പം ഇന്ദ്രജിത്ത് ചോദിച്ചു, നമുക്ക് മരണമില്ല എന്നുള്ള ഒരു വരം വേണം. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അത് കഴിയില്ല, ജനിച്ചാൽ ഒരിക്കൽ മരിക്കേണ്ടി വരും, അങ്ങനെ ഒരു വരം തരാൻ കഴിയില്ല. അപ്പോൾ ഇന്ദ്രജിത്ത് ചോദിച്ചു, നാം അതിന് പകരമായി ഒരു യാഗം നടത്തിയാൽ യാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന തേരും ആയുധവും ഉപയോഗിച്ചുകൊണ്ട് പോരാടിയാൽ ഏത് അക്രമത്തെ നേരിടുവാനുള്ള കരുത്ത് നമുക്ക് കിട്ടുമോ? നമ്മെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അത്തരമൊരു യാഗം നടത്തുന്നത് നല്ലതാണ്, പക്ഷേ യാഗം മുടങ്ങരുത്. യാഗം നടത്തിയാൽ നല്ലത്, യാഗം മുടങ്ങരുത് എന്ന് പറഞ്ഞു. അടുത്ത് മേഘനാഥൻ ചോദിച്ചു, നമ്മെ ദേവന്മാരോ അസുരന്മാരോ യക്ഷന്മാരോ രാക്ഷസരോ കർബുരന്മാരോ വന്യജീവികളോ ഒന്നും തന്നെ വധിക്കാൻ പാടില്ല. ബ്രഹ്മദേവൻ ഈ വരം രാവണന് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഈ വരത്തിൽ മനുഷ്യർക്ക് വധിക്കാം നമ്മെ, പക്ഷെ നമ്മെ വധിക്കണമെങ്കിൽ ഉറങ്ങാത്ത നിരാഹാരിയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, നിത്യബ്രഹ്മചാരിയായ ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മെ വധിക്കാൻ കഴിയൂ എന്നുള്ള വരം വേണം എന്ന് പറഞ്ഞു.
അപ്പോൾ 14 വർഷം ഈ വിധം ജീവിക്കുന്ന ഒരാളാൽ മാത്രമേ താൻ വധിക്കപ്പെടാവൂ എന്ന് ഇന്ദ്രജിത്ത് ബ്രഹ്മദേവനോട് പരമാങ്ങി. ഈ വിധത്തിലുള്ള വരങ്ങൾക്ക് പുറമെ സഹസ്രായുധം, 1000 ആയുധം ബ്രഹ്മദേവനിൽ നിന്നും ഇന്ദ്രജിത്ത് ചോദിച്ചു വാങ്ങി. ഇന്ദ്രജിത്തിനോളം ഇത്രയധികം ആയുധങ്ങൾ ലഭിച്ച, ഇത്രയധികം വരങ്ങൾ സമ്പാദിച്ച, ഈ വിധം കരുത്തുള്ള മറ്റൊരു വ്യക്തി ഭൂലോകത്തും സ്വർലോകത്തും ഒരു സ്ഥലത്തുമില്ല. ആ നിലയിലുള്ള കരുത്തനായ ഒരു വ്യക്തിയായി ഇന്ദ്രജിത്ത് മാറി. ഇങ്ങനെയുള്ള ഒരു ജീവിതം രാവണനെ അധികാരത്തിൻ്റെ മത്ത് പിടിപ്പിച്ചു. രാവണൻ എന്ത് കൃത്യങ്ങൾ നിർവഹിക്കുവാൻ തൻ്റെ അനുരഞ്ജന്മാർക്ക് അവസരവും അനുവാദവും കൊടുത്തു. ആർക്കും ആരെയും പീഡിപ്പിക്കുവാനും ആരെയും ഉപദ്രവിക്കുവാനുമുള്ള അവകാശം ഒരു അധികാരം പോലെ രാക്ഷസ സമൂഹത്തിന് വന്നു ലഭിച്ചു. ഈ നിലയിലുള്ള ഒരു ഭരണമായി രാവണന്റെ വാഴ്ച തുടർന്നു.